നമ്മുടെ നാടിന്റെ തനിമയെ മനസ്സിൽ കാത്തു സൂക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ ഓണാഘോഷത്തിലേക്ക് ഞാൻ ഏവരെയും ഹാർദ്രമായി സ്വീകരിച്ചിരിക്കുന്നു, സ്വാഗതം ചെയ്യുന്നു. ഇന്നത്തെ ആദ്യത്തെ പ്രോഗ്രാം ഒരു സ്കിറ്റാണ്. സ്കിറ്റിന്റെ പേര് മാവേലി ബഥേലി. So if you give everyone who's performing this skit a big round of applause to welcome them on the stage, please. Louder than that, yeah? കഴിഞ്ഞ വട്ടം നാം നമ്മുടെ പ്രജകളെ കാണാൻ പോയ കൂട്ടത്തിൽ അമ്പലക്കുളത്തിലൊന്ന് മുങ്ങിക്കുളിച്ചു. ഇപ്പോഴും നിങ്ങളുടെ ദേഹം തൊട്ടിപ്പിടിച്ചിരിക്കുന്നു. അല്ല, നിങ്ങളെങ്ങോട്ടാ വെടികൊണ്ട പന്നി പോലെ? പറയണ്ടോ, ദേഹത്തിന് നല്ല സുഖം പോരാ. കൊട്ടാരം വൈദ്യൻ പറഞ്ഞു കാലത്തും വൈകിട്ടും അല്പം നടത്തമാകാമെന്ന്. മേധസ് കെട്ടിക്കിടക്കുകയാണ് പോലും. അത് പോട്ടെ, സുഖത്തല്ലേ? ചോദിച്ചാ ആണ്, എന്നാൽ അത്ര പോരാതാണ്.
മക്കൾക്കൊരു നിരാശ. ഓ, മനസ്സിന് ഒരു സുഖവും ഇല്ല. തിരുവോണാണെങ്കിൽ എത്തിയില്ലേ? നിരന്തരമായ അനുഗ്രഹം ഇപ്പോ ഒരു ശാപമായോ എന്ന് ശങ്ക. ശാപം? എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. തെളിച്ചു പറയൂ. അതെ പ്രഭു, ക്രെഡിറ്റ് കാർഡും ലോണും ഒക്കെ എടുത്ത് നാട്ടിൽ പോകുന്ന ബ്രിട്ടീഷ് മലയാളത്തിന്റെ അവസ്ഥയായിരുന്നു എനിക്ക്. കാര്യങ്ങൾ അങ്ങ് ഒന്ന് തൊടാതെ വെറുതെ പുലമ്പിയുടെ എന്താ കാര്യം? വിശദമായിട്ട് പറയൂ. എന്താണെങ്കിലും നമുക്ക് പരിഹാരം ഉണ്ടാക്കാം. നോം കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്ന ഈ തിരുവോണ നാളിൽ ഇത്തിരി പ്രസാദവും ലേശം നൈവേദ്യവും ഒക്കെ ആയി നമ്മുടെ പ്രജകളെ കാണാൻ ഭൂമുഖത്ത് ഓടിയെത്തുമ്പോൾ അവിടെ ഒരു പട്ടിക്കുഞ്ഞിന് നമ്മ വേണ്ടട പോയി. വെറുതെ പോഷത്വം വിളമ്പാതടോ നമ്പൂതിരി. നാടകം തോരണങ്ങളും തൂക്കി ഒരാഴ്ച മുമ്പേ ആഘോഷങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു. കാണുന്നില്ലേ? നിങ്ങളെ സ്വീകരിക്കുവാനായി പാവം ജനം മുക്കിലും മൂലയിലും എത്ര ക്ഷമയോടെയാണ് രാവിലെ മുതൽ ക്യൂ നിൽക്കുന്നത്. പിന്നെ എന്നെ കൊണ്ടൊന്നും പറയിക്കരുത് തിരുമനസ്സേ. ഏടോ രാജാവേ, അത് എന്നെ കാണാനൊന്നുമല്ല. രാവിലെ തന്നെ കയ്യും കാലും വിറച്ചിട്ട് അല്പം അകത്താക്കാനായിട്ട് ബിവറേജസിന് മുമ്പിലുള്ള ക്യൂ ആണ്. ശിവ ശിവ, നാം എന്താണ് ഈ കേൾക്കുന്നത്? മലയാളി മദ്യപിക്കുന്നോ? അല്ലോ തിരുമേനി, ഇവറ്റകൾക്ക് രാവിലെ തന്നെ ഇത് വാങ്ങി മോന്താനുള്ള വകുപ്പ് എവിടുന്നാണ്? പണ്ട് നമുക്കിട്ടൊരു 8ന്റെ പണി തന്നെ പിന്നെ അങ്ങ് ആ വഴിക്കൊന്നും പോയിട്ടില്ല അല്ലേ? മാറിപ്പോയി മന്നേന്ദ്ര, മാറിപ്പോയി. മലയാളി ആകെ മാറിപ്പോയി. നാം വാണിരുന്ന ആ പഴയ കാലമൊന്നും അല്ലെന്നേ ഇന്ന്. പെരിച്ചാഴിയും തേരട്ടയും ഒക്കെ ഇട്ട് വാറ്റി കലക്കി കൊടുക്കുന്ന നല്ല സ്വയംഭം സാധനമല്ലേ നാം എത്തുന്നു പ്രമാണിച്ച് നാട്ടിൽ ഒഴുകുന്നത്. ഇങ്ങോട്ട് നോക്കിയേ, ഇങ്ങോട്ട് നോക്കിയേ. 1, 2, 3. പണ്ട് 3 അടി കൊണ്ട് നമ്മെ പാതാളത്തിലായിട്ടെങ്കിൽ ഇന്ന് മേൽ പറഞ്ഞ സാധനം ഇങ്ങോട്ട് നോക്കിയേ, 3 അടി കൊണ്ട് മലയാളി ടീം എല്ലാം പാതാളത്തിലാ. പിന്നെ തിരുവോണം കഴിഞ്ഞ് 3-ാം നാളെ തല വെക്കൂ. താങ്കൾ ആ കോപിഷ്ടനും കുണ്ടിതനുമാണല്ലോ. അടങ്ങും തിരുമേനി, വിട്ടുകള. അങ്ങയുടെ നാടിനും പ്രജകൾക്കും ഒന്നും ഒരു മാറ്റവുമില്ല. കള്ളവുമില്ല, ചതിയുമില്ല, എള്ളോളമില്ല പൊളിവചനം എന്നൊക്കെ ഉച്ചഭാഷണി വെച്ച് പാടിക്കൊണ്ട് പോകുന്നത് നാം ഇന്നും കേട്ടതാണല്ലോ. അല്ല രാജാവേ, അറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. താങ്കൾ ഈ നൂറ്റാണ്ടിൽ തന്നെയാണോ? താങ്കൾ കേട്ടത് ഏതോ സ്വർണ്ണക്കടക്കാരെയോ ജൗളി കടക്കാരന്റെയോ പരസ്യമായിരിക്കണം. പിന്നെ ചെറുനാഴി ഇല്ലെന്നും വെള്ളിയില്ലെന്നൊക്കെ പറഞ്ഞത് സത്യമാണ്. എന്റെ ചെങ്ങാതി, നാഴിയിലും ഒക്കെ അളന്നു കൊടുത്താല് ഭിക്ഷക്കാര് പോലും ആട്ടും. പിന്നെ എള്ളില്ലെന്നും വെള്ളില്ലെന്നൊക്കെ ഈ ശപ്പന്മാരിപ്പൊ പാടിയിട്ട് വല്ല കാര്യമുണ്ടോ? ഉള്ള പാടവും പറമ്പും ഒക്കെ നികത്തി കോൺക്രീറ്റ് കെട്ടിടങ്ങളാക്കിയില്ലേ? അപ്പൊ ഓർക്കണമായിരുന്നു. നിരാശനാകണം തിരുമേനി. തന്റെ പ്രജകൾക്ക് അവിടുന്നല്ലേ ഊർജവും ഉന്മേഷവും കൊടുക്കേണ്ടത്. അതുകൊണ്ട് ഇക്കൊല്ലവും താങ്കളുടെ എഴുന്നള്ളത്തെ ആഡംബരമായിട്ട് തന്നെയാണ് നടക്കട്ടെ. അണ്ണാൻ മൂത്താലും മരം കയറ്റം നിർത്തില്ലല്ലോ. പ്രായമേറും തോറും പാറ പുതുക്കി
ധൃതിക്ക് കട്ടപ്പാറ പണിത ഇറങ്ങുന്നത്. പാരയോ? അയ്യോ, ഞാനെന്ത് ചെയ്തെന്നാണ് പറയുന്നത്? ഊർജം എന്ന വാക്ക് ഉരിയാടി പോകരുത്. മേലെ അങ്ങ് മലയാളി ഊരിലെ ഒരു പെണ്ണുമ്പിള്ള ഊർജം വിളമ്പി വിളമ്പി പല വൻതോക്കുകളുടെയും ഊർജവും ഉരിയാട്ടവും മുട്ടിയിരിക്കുക. ഉള്ള സമാധാനം കൂടി കളയല്ലേ രാജൻ. തിരുമേനി, അങ്ങയുടെ മനസ്സാകെ അസ്വസ്ഥമാണെന്ന് തോന്നല്ലോ. അവിടുത്തെ രാജ്യത്തെ കുറിച്ചും പ്രജകളെ കുറിച്ചുള്ള അഭിമാനവും ആത്മവിശ്വാസവും ഒക്കെ കൈമോശം വന്നു പോയതുപോലെ. നഷ്ടമായിരുന്നു. എല്ലാം കൈവിട്ടു പോയിരിക്കണു. മക്കളെല്ലാം അവരുടെ ഇഷ്ടത്തിന് തോന്നിയാസം നടക്കണു. ആർക്കും ആരെയും ഒരു വിശ്വാസവും ഇല്ല, ബഹുമാനവും ഇല്ല. താൻ കാര്യം കാണാൻ എന്തിനും മടിക്കാത്തവരായിരിക്കണു. തിരുമേനി ആകുലപ്പെടാതോ, എല്ലാം ശരിയാവും. ഇപ്രാവശ്യം മക്കളെ എല്ലാവരും വിളിച്ചു കൂട്ടി ഒന്ന് സ്നേഹത്തോടെ ഒന്ന് ഉപദേശിക്കാം. ഞാൻ പ്രാർത്ഥിക്കാം. അതിനൊന്നും ഒരു കുറവുമില്ല. എത്രയോ കാലമായി നാം പറയുന്നു. ആദ്യമൊക്കെ ചൊല്ലിക്കൊടുത്തു, പിന്നെ തല്ലി നോക്കി. ഇപ്പൊ നാം തള്ളിക്കളഞ്ഞിരിക്കാടോ. മടുത്തു, ശരിക്കും മടുത്തു. ഇല്ല തിരുമേനി, അവിടുന്ന് തളരരുത്, നിരാശനാകരുത്. അവിടുത്തെ മക്കളെ വീണ്ടെടുക്കുകയും നേർവഴിക്ക് നടത്തുകയും ചെയ്യേണ്ട കടമ നിങ്ങൾക്കുള്ളതല്ലേ? ശരിയാണ്, നാം പോകണം. കാക്കയ്ക്കും പരുന്തിനും കൊടുക്കാതെ എന്റെ മക്കളെ നാം വളർത്തിയത് അവരെ അനാഥരാക്കി വിടാനല്ല. പക്ഷേ എവിടെ തുടങ്ങണം എന്നൊരു എത്തും പിടുത്തം കിട്ടുന്നില്ലല്ലോ. മനസ്സിനെ ശാന്തമാക്കൂ തിരുമേനി. ഞാൻ ഉപദേശിക്കുകയാണെന്ന് തോന്നരുത്. നമ്മുടെ അതീന്ദ്രിയ ജ്ഞാനം നമുക്ക് കാണിച്ചു തരുന്നതാണ്. ഭൂമിയിലെ പടിഞ്ഞാറൻ ദേശത്ത് ലണ്ടൻ എന്നൊരു മഹാനഗരമുണ്ട്. അവിടെ വാൾട്ടാംസ്റ്റോ എന്ന ഒരു ചെറിയ ഗ്രാമം. ആ ഗ്രാമത്തിൽ ഒരു കുടുംബമുണ്ട്. അവരുടെ വീടിന് മുമ്പിൽ ബദേൽ എന്ന് എഴുതി വച്ചിട്ടുണ്ട്. മനസ്സിലായി, മനസ്സിലായി. ആ വീട്ടിലെ കാരണവര് ഒരു കൊച്ചിനെ തോളത്തെടുത്ത് വെച്ചോണ്ട് രാത്രിയെന്നോ പകലൊന്നോ ഇല്ലാതെ തെക്കോട്ടും മത്തോട്ടും നടക്കുന്നതല്ലേ? ആ, നിങ്ങൾക്ക് ആള് തെറ്റിയിട്ടില്ല. താങ്കളുടെ ഇപ്രാവശ്യത്തെ സന്ദർശനവും അവിടെ നമ്മൾ തുടങ്ങട്ടെ. നിങ്ങൾക്ക് കേരള മുഖ്യമന്ത്രിയുടെ മനസ്സാണെന്നാണ് ദേവലോകത്തെ സംസാരം. കണ്ണടച്ചങ്ങ് ഏവരെയും വിശ്വസിക്കണ്ട. കുട വെക്കുന്നിടത്ത് വടി വെക്കില്ലാത്തവന്മാരും ഉണ്ടെന്ന് ഓർത്തുകൊള്ളുക. കാര്യമൊക്കെ ശരിയാ. പക്ഷേങ്കിലും യാതൊരു മുന്നറിയിപ്പും ഇല്ലാതെ ചെന്നാൽ കാരണവരാണെങ്കിൽ ചെണ്ട പുറത്ത് കോരി വെക്കുന്നിടത്തെല്ലാം പോകും. പിന്നെ ഒരു കാരണവരുള്ളത് ഒരു ഗ്ലാസ് വെള്ളം ചോദിച്ചാൽ ചെരിഞ്ഞ് മോഹൻലാലിനെ പോലെ വൈകുന്നേരം ആവും കൊണ്ടുവരുമ്പോഴേക്കും. അതിന് വിലയില്ല കുറവൊന്നുമില്ലല്ലോ. കൂട്ടുകുടുംബമല്ലേ, കൂട്ടുകുടുംബം. സംഭവമൊക്കെ ശരിയാ. കഴിഞ്ഞ തവണ നാം പോയിട്ട് അനുഭവിച്ചതാ. ഡ്യൂട്ടിയും ഡ്യൂട്ടിക്ക് പുറത്ത് ഡ്യൂട്ടിയും പിന്നെ അടുത്ത ഡ്യൂട്ടി ബുക്ക് ചെയ്യാനുള്ള തിരക്കും ഒക്കെ ആയിട്ട് മഹിളാ പണികൾ തന്നെ ആശുപത്രിയിൽ തന്നെ ആയിരുന്നു. പിന്നെ അവരുടെ കാരണന്മാരാണെങ്കിൽ ഈ ഐഫോണിൽ കുത്തിയും വലിച്ചും ഒരു മൂലയ്ക്ക് ഓരോറ്റ ഇരിപ്പാണ്. ഒരനക്കവും ഇല്ല. തിരുമനസ് ഇപ്രാവശ്യം പേടിക്കണ്ട. അവിടുത്തെ എതിരേൽക്കുവാനായി അവർ കാലെ കൂട്ടി ഒരുങ്ങിയിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ തന്നെ ആ കാരണവരെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കൊഴിപ്പിക്കാൻ പറയാം.
വൈകാതെ യാത്ര ആരംഭിച്ചോളൂ. എല്ലാ അനുഗ്രഹവും ഉണ്ട്. അവളെന്തിനാ പോയത്? പോയാ പോരെ. വലിയ കുറെ പതിയോളം ഓടിച്ചിട്ട് ഹലോ 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 ഇത് ബദേൽ പ്രയർ ഗ്രൂപ്പ് വാൾത്തം സ്റ്റോ അല്ലേ? ഞാൻ ദേവേന്ദ്ര മഹാരാജാവ് തിരുമനസിന്റെ മന്ത്രിയാണ്. മഹാരാജാവ് തിരുമനസിന് ബഥേലിലെ കാരണവരുമായി പ്രധാനപ്പെട്ട ഒരു വിഷയം സംസാരിക്കാനുണ്ട്. ദേവേന്ദ്ര മഹാരാജാവിന്റെ മന്ത്രിയോ? ഞാൻ എന്നെ പരിചയപ്പെടുത്തിയില്ലല്ലോ. ഞാനാണ് ബഥേലിലെ മന്ത്രി. ഞാൻ അറിയാതെ ഇവിടെ ഒരു ഇല്ല പോലും അനങ്ങിയത്. കാരണവരെ ദേവനാരായണ മന്ത്രിയാ, മഹാരാജാവാണ്. മഹാരാജാവിന് താങ്കളുണ്ടോ സംസാരിക്കാറുണ്ടോ? ഒരു നിമിഷം കാരണവർ കൊടുക്കാം കേട്ടോ. ദേവലോകത്തിൽ ഇപ്പോൾ എന്ത് പ്രവർത്തന സഹായമാകണം? ഹലോ, മഹാരാജന് പ്രണാമം. അവിടുത്തേക്കും കുടുംബത്തിനും കൊട്ടാരവാസികൾക്കും അന്തേവാസികൾക്കും അന്തപുരവാസികൾക്കും ഒന്നും നിർത്തണ്ട കാരണവരെ. തൽക്കാലം അത്രയും പേരുണ്ടെന്ന് നിർത്ത്. ആ, ക്ഷേമം തന്നെയല്ലേ? ഇവിടെ ഏവരും സുഖസന്തുഷ്ടമായി സമാധാനമായി വാഴുന്നു. താങ്കളുടെ ബദേൽ കുടുംബാംഗങ്ങൾക്കും സുഖം തന്നെയല്ലേ? ദൈവകൃപയാൽ ക്ഷേമമായിരിക്കുന്നു മഹാരാജൻ. മക്കളൊക്കെ ഊരിയിട്ട് കഴിഞ്ഞ് തറവാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. പിന്നെ കാരണവരെ, ഞാനൊരു പ്രത്യേക കാര്യം ഉണർത്തിക്കുവാനാണ് ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. പതിവ് പോലെ നിങ്ങളുടെ മഹാബലി തമ്പുരാൻ നിങ്ങളെ കാണുവാനായിട്ട് ബദേലിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. മഹാബലി തമ്പുരാൻ പുറപ്പെട്ടിട്ടുണ്ടെന്നോ? ആ, വരുമെന്ന് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. പുറപ്പെട്ടെന്നോ? ഞാനറിയാതെ അതെങ്ങനെ ശരിയാവുന്നേ? യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ഡപ്പേക്ക് വന്നാൽ എവിടെ ഇരുത്തും? എന്ത് ചെയ്യും? എന്ത് കൊടുക്കും? ഈ വീടാണെങ്കിൽ കംപ്ലീറ്റ് കൊടുവാട്ടുണ്ട്. താനെന്ന് ഇറങ്ങണു. തന്റെ പിടിപ്പ് കണ്ടു കഴിഞ്ഞാൽ എല്ലാം തന്റെ തലയിൽ കൂടിയാണ് നടക്കുന്നതെന്ന് തോന്നുന്നു. അറിയും മഹാരാജൻ, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? താങ്കൾ പ്രത്യേകം ശ്രദ്ധിക്കുമെന്നറിയാം. എങ്കിലും പറയുകയാണ്,
നാടാകെ അസ്വസ്ഥമാണല്ലോ. അതുകൊണ്ട് മഹാബലിയുടെ സുരക്ഷിത കാര്യങ്ങൾ ഇക്കുറി ഇത്തിരി കേമമായിട്ട് തന്നെ കൈകാര്യം ചെയ്യുക. നമ്മുടെ സുരക്ഷാ സേനയിലെ അഗ്രഗണ്യന്മാരായ 2 പുലിക്കുട്ടികളെ നാം മുൻപേ തന്നെ അയച്ചിട്ടുണ്ട്. അവർ ഇപ്പോൾ തന്നെ അവിടെ എത്തും. മഹാരാജൻ ഒന്നുകൊണ്ടും ആകുലപ്പെടേണ്ട. ദൈവമാണ് ഞങ്ങളെ നടത്തുന്നതെന്ന് ഉറച്ച ബോധ്യമുണ്ട്. അതുകൊണ്ട് തന്നെ അഴിഞ്ഞു കൊടുക്കാനും പങ്കുവയ്ക്കാനും സ്നേഹിക്കുവാനും ഞങ്ങൾക്ക് കഴിയും. ഞങ്ങൾ മനുഷ്യർക്കല്ല മഹത്വം, അത് കർത്താവിനുള്ളതാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ പിന്നെ മത്സരമില്ലല്ലോ, കർത്തവ്യമല്ലേ ഉള്ളൂ. ആ ശരി ശരി, നിങ്ങളുടെ ഒരുക്കങ്ങൾ നടക്കട്ടെ, എല്ലാം മംഗളമായി തീരട്ടെ. എന്നാ പിന്നെ ആയിക്കോട്ടെ മഹാരാജൻ. ദൈവം താങ്കളെയും അവിടുത്തെ കുടുംബത്തെയും കൊട്ടാരവാസികളെയും അന്തപ്പുരവാസികളെയും അന്തേവാസികളെയും ഒന്നും നിർത്തണ്ട. വല്ല ആധാര ഓഫീസിലും ആയിരുന്നു പരിപാടി. മഹാബലത്തിന് മനസ്സാണെങ്കിൽ ഇനി എത്താറായി. അതിനിടയിൽ കടത്താ സമയം കഴിയല്ലേ. എന്നാ പിന്നെ ചുരുക്കി പറയാം, എല്ലാവരെയും അനുഗ്രഹിക്കുന്നു. തോട്ടിക്കളിക്കാതെ അരിയിലൊന്ന് വേഗം എന്നെ ക്രമീകരിക്കേ. ഇതായപ്പോ മുതലായി ഞാനിപ്പോ എല്ലാവരും പറയുന്നേ മക്കളെയും പേരക്കുട്ടികളെയും ഒക്കെ വിവരവും അറിയിക്കേ. ഈ സന്തോഷ വർത്തമാനം അവരോടൊന്ന് വേഗം പറ. എല്ലാരും വിളിച്ചു കൂട്ടാനൊക്കെ എളുപ്പമാണ്. എല്ലാരും വിളിച്ചുമായിട്ട് താനൊന്ന് ചുമ്മാതിരിക്കണോ. അതിനുള്ള വകുപ്പൊക്കെ നമ്മുടെ മക്കളോട് കൊണ്ടുവരും. താൻ അവരെ വിവരം അറിയിക്കും. പിന്നെ എല്ലാം താൻ തന്നെ ഏറ്റെടുത്ത് കുളമാക്കാതെ ആ ഭക്ഷണത്തിന്റെ കാര്യം ചാക്കോയും കുടുംബത്തെ ഏൽപ്പിക്കേ. അതുപോലെ തന്നെ സ്വീകരണ കാര്യങ്ങളെല്ലാം ജെയിംസിനോട് കൂടുതൽ പറയാം. ആ കാര്യം ഞാന് കാരം മാറി എന്റെ കാരണവരെ ഇപ്പൊ ഇതാ ഈ ഫോൺ എടുത്ത് ക്ലീൻ 4 കുത്ത് ഇവിടെ എടുത്തോണ്ട് മക്കള് മാത്രമല്ല മാവേലി വരുന്ന പേരും കേരളം കംപ്ലീറ്റ് കാര്യം നമ്മോടാ. ഓ, താനൊരു പുലി തന്നെ, സമ്മതിച്ചിരിക്കുന്നു. കെട്ട് വളർത്തില്ല അതേ പുലി. ആരാ ഞങ്ങൾ ദേവലോകത്തു നിന്ന് വരുന്ന മഹാബലി തമ്പുരാന്റെ സുരക്ഷാപരന്മാരാ. ഞാൻ മേജർ പുലി ഷൊപ്പൻ, എന്റെ അസിസ്റ്റന്റ് ഷുപ്പൻ. മഹാബലി തമ്പുരാന്റെ സുരക്ഷാ ചുമതല ഞങ്ങൾക്കുള്ളതാ. പരിശോധിക്കണം. ഞാൻ കരുതി ഇതുവഴി കണ്ട് വഴിയിട്ട് വന്നായിരിക്കും. തമാശിക്കല്ലേ ഇവിടെയുള്ള നോക്ക. പരിശോധനയ്ക്കൊന്നും നമ്മൾ എതിരല്ല. എന്നാൽ ഒന്നറിഞ്ഞുകൊള്ളുക, ബഥേലിൽ മഹാരാജാവ് സുരക്ഷിതനായി. അറിയാം, ഞങ്ങളുടെ മേലുദ്യോഗസ്ഥൻ ഞങ്ങളോട് പ്രത്യേകം പറഞ്ഞാ വിട്ടത്. എന്നാലും ഞങ്ങളുടെ ചില ചിട്ടവട്ടങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ഞങ്ങൾക്കൊന്ന് നിറവേറ്റണം. നടക്കട്ടെ, ഒന്നിനും ഞങ്ങൾ എതിരല്ല. ഇവിടെ മക്കളെല്ലാം അണിഞ്ഞൊരുങ്ങി എത്തിയല്ലോ. പിന്നല്ലാതെ ആണ്ടൊന്ന് കഴിഞ്ഞില്ലേ തമ്പുരാനെ കണ്ടിട്ട്.
നമ്മൾ കാത്തിരുന്ന മഹാബലി തിരുമനസ് എഴുന്നള്ളുന്നു. എനിക്ക് ക്ഷേമം തന്നെയല്ലേ? അത്രയൊക്കെ സുഖമായിരുന്നല്ലോ. എല്ലാ ക്ഷീണവും നിങ്ങളെ കണ്ട നിമിഷം നീങ്ങിപ്പോയി. താങ്കളായ അസ്വസ്ഥതാണല്ലോ. ഞാനിവിടുത്തെ കാര്യത്തിനാണെന്ന് പറയുമായിരുന്നു. എല്ലാം എന്റെ തലയിൽ കൂടാണ് ഓടുന്നത്. തല കണ്ട അറിയാമല്ലോ. ആണോ? കണ്ടാൽ തോന്നില്ല കേട്ടോ. നല്ലത് തന്നെ. എന്നാൽ കുറച്ചുകൂടി മനസ്സുകൊണ്ട് വളരേണ്ടിയിരിക്കുന്നു. ഫലം എണ്ണി എണ്ണി കാലം പാഴാക്കാതെ കർമ്മം ചെയ്യൂ, കർമ്മം ചെയ്യൂ. അതാണ് മനുഷ്യന് ധർമ്മം. നമ്മുടെ കഴിഞ്ഞ ഒരു വർഷത്തെ കാത്തിരിപ്പിന് അന്ത്യം കുറിച്ചുകൊണ്ട് ആ മഹാബലി തമ്പുരാൻ നമ്മുടെ ഇടയിൽ എത്തിയിരിക്കുന്നു. കൂടിച്ചേരലിന്റെ സന്തോഷം പങ്കുവെച്ചുകൊണ്ട് ഏറെ കലാപരിപാടികൾ നമ്മുടെ മക്കൾ ഇവിടെ ഒരുക്കി. അതെല്ലാം ആസ്വദിച്ച് പല ദിവസം ഓടൊപ്പം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ഇവിടെ നിന്ന് പോകാവൂ. ഇതിനു മുൻപ് മഹാബലി തിരുമനസിനെ 2 വാക്ക് സംസാരിക്കുവാനായി ഞാൻ ക്ഷണിക്കുന്നു. നമ്മുടെ പഴയകാല പ്രതാപത്തിന്റെ ഓർമ്മകൾ അവശേഷിക്കുന്ന ഭൂമിയിലെ ചുരുക്കം സ്ഥലങ്ങളിൽ ഒന്നാണ് ഞാൻ നിൽക്കുന്ന ഈ വകയിൽ. നിങ്ങളുടെ താഴ്മയും വിനയവും നമ്മെ അത്ഭുതപ്പെടുത്തുന്നു. ഒരു കാര്യം ഏവരും ഹൃദയത്തിൽ സൂക്ഷിക്കാം. സംവത്സരങ്ങളെടുത്ത് പണിതുയർത്തുന്ന കൂറ്റൻ കെട്ടിടങ്ങളും എന്തിന് രാജ്യങ്ങൾ തന്നെയും നിമിഷ നേരങ്ങൾ കൊണ്ട് തകർന്നടിയുന്ന ഒരു ലോകത്താണ് നിങ്ങൾ ജീവിക്കുന്നത്. പണിതുയർത്തുവാനല്ല, തകരാതെ സൂക്ഷിക്കുവാനാണ് പ്രയാസം. നിങ്ങൾ തകർക്കുന്നവരല്ല, പണിയുന്നവരാണെന്ന ബോധ്യം എപ്പോഴും കാത്തു സൂക്ഷിക്കുക. നിങ്ങളുടെ ഈ കൂട്ടായ്മ പീഠത്തിന് മേൽ വെച്ചിരിക്കുന്ന വിളക്കാണ്. അതിന് പ്രകാശം പരത്തുവാനേ കഴിയൂ. എല്ലാവർക്കും അതിനാവട്ടെ, നല്ലത് ഭവിക്കട്ടെ. മഹാബലി തിരുമനസിന്റെ നാവ് പൊന്നാകട്ടെ. നമ്മുടെ വക ശുദ്ധജാത സംഘം ഈ കലാപരിപാടിക്ക് മുന്നാക്കിയാലോ? അതൊക്കെ അവസാനം ഈ കസേരയും വിറ്റുമൊക്കെ എടുത്ത് ക്ലീനിങ്ങും കഴിഞ്ഞതിന് ശേഷം മതി. അപ്പോഴേ കണ്ണും ചെവിയും കാണാത്ത ബാക്കി എല്ലാരും ഉറപ്പിന്റെ അടിയിൽ കയറത്തില്ലേ? ഉറങ്ങുന്നതിന് മുൻപ് ഞാനായിട്ടൊരു പുണ്യപ്രവൃത്തി ചെയ്തു എന്ന് അറിയാം. ഞാനും ഉണ്ണുന്നത് ചോറാതെ എന്റെ മാവും പൂക്കും. തിരുമനസ്, നമുക്ക് ആ മാവിൻ ചവിട്ടിൽ പോയിരുന്നു നമ്മുടെ മക്കളുടെ ആട്ടങ്ങൾ പാട്ടുകൾ